ഒരു വലിയ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഭീകരാക്രമണം നടത്താനാണ് ഇപ്പോൾ പാകിസ്ഥാൻ പദ്ധതി തയ്യാറാക്കുന്നത്. കാശ്മീരിലടക്കം നമ്മുടെ ഇന്ത്യൻ സേനയുടെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് പഴയതുപോലെ പാകിസ്ഥാൻ കാശ്മീർ വഴി നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇനി വലിയ സ്കോപ്പില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ്ദീൻ ബംഗ്ലാദേശ്, അതായത് ജമാഅത്ത് ഉൽ മുജാഹിദ്ദീൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭീകര സംഘടന, JMB എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭീകര സംഘടനയുടെ സഹായത്താൽ 40ഓളം റോഹിംഗ്യ മുസ്ലിങ്ങളെ ചാവേർ ആക്രമണത്തിന് എടുപ്പിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. JMBക്ക് പാക് ഭീകര സംഘടന ഇതിനായിട്ട് ഒരു വലിയ ഫണ്ട് നൽകിയിരിക്കുന്നു. മലേഷ്യയും സൗദിയും വഴി 1 കോടി ഠാക്കയാണ് ഫണ്ടായി നൽകിയിരിക്കുന്നതെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ സേന ഈ കാശ്മീരിൽ പിടിമുറുക്കിയത് മൂലമാണ് ബംഗ്ലാദേശിൽ അസ്ഥിരപ്പെട്ട് കിടക്കുന്ന ബംഗ്ലാദേശ് വഴി അതിൻ്റെ അതിർത്തി വഴി റോഹിംഗ്യ മുസ്ലിങ്ങളെ പരിശീലിപ്പിച്ച് കടത്തിവിടുക. നിലവിൽ ഇന്ത്യയിലെ ഝാർഖണ്ഡ്, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ JMBക്ക് സ്ലീപ്പർ സെല്ലുകളുണ്ട്, മോഡുകളുണ്ട് എന്ന് അവരുടെ മേധാവി തന്നെ പറയുന്നൊരു സാഹചര്യം. അങ്ങനെയെങ്കിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി പ്രവർത്തനം എളുപ്പമാക്കാൻ കഴിയുമെന്നും പറയുന്നു. ഏതായാലും ഈ സംസ്ഥാനങ്ങളിലെല്ലാം, അതായത് ഝാർഖണ്ഡിൽ, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, കേരള തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ JMB എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ മോഡുകളുണ്ട് എന്ന് NIA മേധാവി തന്നെ കുറച്ചു നാൾക്ക് മുമ്പ് പറയുകയും ചെയ്തിരുന്നു. മ്യാൻമാറിലെ റോഹിംഗ്യകളുടെ ദുരവസ്ഥയ്ക്ക് പ്രതികാരമായി ഇന്ത്യയിലുള്ള ബുദ്ധവിഹാരങ്ങളടക്കമുള്ള ബുദ്ധക്ഷേത്രങ്ങളടക്കം തകർക്കുവാനുള്ളൊരു പദ്ധതി മണിയറയിൽ ഒരുങ്ങുന്നു. ഏതായാലും ബംഗ്ലാദേശിൻ്റെ ഭരണം അസ്ഥിരപ്പെട്ടതോടുകൂടി അവിടെ നിന്ന് കൂടുതൽ തീവ്രവാദികളും തീവ്രവാദ സംഘടനകളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന അനവധി വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന തരത്തിലൊക്കെയാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.